ഈ ഒരു സ്റ്റോറി ലൈനിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലുള്ള നെറേറ്റർ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റോറിയിലെ നെറേറ്റർ, അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഉണർന്നു നോക്കുമ്പോൾ അപ്പോഴാണ് അദ്ദേഹം അത് റീകളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹാലി എന്ന് പറയുന്ന നഴ്സിൻ്റെ പ്രൊട്ടക്ഷനിൽ അവരവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നതാണ് അവർ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത്. പക്ഷെ അവർക്ക് പിന്നീട് മനസ്സിലാവാണ് ആ ഹൗസ്, അതായത് മോക്സന്റെ ഹൗസ് കംപ്ലീറ്റ് ആയിട്ട് കത്തി നശിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ദ സോൾ കമ്പാനിയൻ ഓഫ് മോക്സൺ ഇൻ ഹിസ് വർക്ക്ഷോപ്പ് എന്നാണ് പറയുന്നത്. Then this short story can serve as a cautionary style warning of the ethical and societal implication of creating intelligent being without proper consideration of their rights and autonomy. സോ നമ്മൾ നിർമ്മിക്കുന്ന ഓരോ നിർമ്മിതി വസ്തുക്കൾക്കും, അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഏതൊരു വസ്തുവിനും അത് എല്ലാത്തിനും ഒരു വാണിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് സീരിയസ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഹ്യൂമൻ ബീങ്സിനെ പോലെ എല്ലാം സ്വയമേ ചെയ്തുകൊള്ളും എന്നുള്ള നമ്മുടെ ആ ഒരു ഇംപ്ലിക്കേഷൻ സ്റ്റൈലൊന്നും ആക്ച്വലി വർക്കാവില്ല എന്നുള്ളതാണ് ടെക്നോളജി ബേസ്ഡ് ആയിട്ട് ഈ ഒരു ലെസൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ,